ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനായി സർക്കാർ ഇതുവരെ അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ പുറത്ത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 102.59 കോടി രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 167 കോടി രൂപയും കേന്ദ്രം അനുവദിച്ച 529 കോടി രൂപ വായ്പയായും പുനരധിവാസത്തിനായി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പുനരധിവാസ ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതര അഴിമതി ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാജു പി നായർ രംഗത്തെത്തി. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ വയനാട് പുനരധിവാസത്തിനായി ഉപയോഗിക്കാൻ ഹൈക്കോടതി അനുമതിയുണ്ടായിരുന്നു. ഇതിൽ 102.59 കോടി രൂപ സർക്കാർ അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ 773 കോടി രൂപയിൽ 167.12 കോടി രൂപയും പുനരധിവാസത്തിനായി നൽകി. 50 വർഷത്തേക്ക് തിരിച്ചടക്കേണ്ടതില്ലാത്ത വായ്പയായി കേന്ദ്രം നൽകിയ 529 കോടി രൂപയും പുനരധിവാസത്തിന് നൽകിയിട്ടുണ്ട്. 43.56 കോടി രൂപയാണ് ടൗൺഷിപ്പിന്റെ ഭൂമി ഏറ്റെടുക്കാൻ ചെലവായത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള 299 കോടി രൂപയിൽ 80 കോടി രൂപയാണ് ഊരാളുങ്കലിന് ഇതുവരെ നൽകിയത്. ദുരന്തബാധിതർക്ക് നൽകുന്ന വാടകയും ദിനവത്യയുമാണ് മറ്റ് ചെലവുകൾ. എന്നാൽ ദുരന്ത പുനരധിവാസത്തിന്റെ പേരിൽ സർക്കാർ കൊള്ളയെന്ന് രാജു പി നായർ ആരോപിച്ചു. CMDF-ൽ ബാക്കിയുള്ള 606 കോടി രൂപ ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ടതാണ്. CMDRF-ന് പുറത്തും പിരിവ് നടന്നു. ടൗൺഷിപ്പ് പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചത് അന്വേഷിക്കണം. അങ്കമാലിയിലെ കാനറ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണം വന്നുവെന്ന് വ്യക്തമാക്കണമെന്നും രാജു പി നായർ ആവശ്യപ്പെട്ടു. PDNA റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര സർക്കാർ അനുവദിച്ച 260 കോടി രൂപയും പുനരധിവാസത്തിനായി വകയിരുത്തേണ്ടതുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.